വെൽക്കം ബാക്ക് ടു എജുപോഡ്. സ്വാതി മിസ് ആണ്. അപ്പൊ നിങ്ങൾ ഇതേ ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ സ്കൂളിൽ ഇങ്ങനെ പതിയെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലെ. എല്ലാ സബ്ജക്ട്സിലും പതിയെ 2 ചാപ്റ്റേഴ്സും 3 ചാപ്റ്റേഴ്സും ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. റെഡി? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താണെന്നല്ലേ? അതായത് നിങ്ങൾക്ക് ഈ വർഷം, അതായത് നിങ്ങളുടെ 7ാം ക്ലാസ്സിൽ ഈ വർഷം ഹിന്ദി സബ്ജക്റ്റിൽ ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, എത്ര യൂണിറ്റ് ആണ്, ഓരോ യൂണിറ്റിലും എത്ര ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് എന്ന് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. റെഡി ആണല്ലോ? സോ മക്കളെ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജുപോഡ്. സ്വാതി മിസ് ആണ്. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ പല സബ്ജക്ട്സും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. നിങ്ങൾ മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, 2 ചാപ്റ്റർ ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ചില സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്റേഴ്സ് ആയിരിക്കും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പൊ മിസ് ഇന്ന് നിങ്ങൾക്ക് ഇതേ ഹിന്ദി, നമ്മുടെ ഹിന്ദി സബ്ജക്റ്റിൽ മിസ് ഹിന്ദിയാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹിന്ദി സബ്ജക്റ്റിൽ എത്ര യൂണിറ്റുകളാണ് ഈ വർഷം നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കേണ്ടത്, ഓണം എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം, അല്ലെ എത്ര ചാപ്റ്റേഴ്സ് ആണ് എക്സാമിന് വരിക എന്നൊക്കെ മിസ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോവാണ്. റെഡിയാണ്? അതിന്റെ മുന്നേ മിസ് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, ഇവിടെ അതേ മിസ് ഒരുപാട് സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ് എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഓക്കെ അല്ലേ? മിസ് നോക്കട്ടെ, ഇംഗ്ലീഷ് ആണോ ഒരുപാട് പേർക്ക് ഇഷ്ടം, ഹിന്ദി ആണോ, സയൻസ് ആണോ, ഏതാണ് ഒരുപാട് പേർക്ക് കുറെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കമന്റ് ചെയ്തേക്കണം ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ്. റെഡി അല്ലേ? അപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ ഹിന്ദി സബ്ജക്റ്റിൽ എത്ര യൂണിറ്റുകൾ ഈ വർഷം ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ദേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ബോക്സും കണ്ടോ, ഈ ബ്ലൂ കളറിലുള്ള ഓരോ ബോക്സും ഓരോ യൂണിറ്റുകളാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ കണ്ടോ, ഇക്കായി ഏക്ക് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1, ഒന്നാമത്തെ യൂണിറ്റിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ആദ്യത്തെ ചാപ്റ്റർ ഏതാണ് നോക്കിയോളൂ. ആദ്യത്തെ ചാപ്റ്റർ ഗുദ് സേ പ്യാർ. എന്താ വായിക്കുന്നത്? ഗുദ് സേ പ്യാർ. ഗുദ് സേ പ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് ആദ്യം ഈ വർഷം പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് സാഫ് സഫായി മേം അവൽ ഗാവ്, സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനമാണ് പഠിക്കാനുള്ളത്. അതാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ്. ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ എത്ര എണ്ണം പഠിക്കാനുണ്ട്? സെയിം 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? ഗാന്ധിജി കി നമക് കഥ. എന്താണ്? ഗാന്ധിജി കി നമക് കഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഹാനിയാണ്. ആ പേര് കേട്ട പോലെ തന്നെ ആ കഥയിൽ ഗാന്ധിജിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? റെഡി? ഇനി അടുത്ത ചാപ്റ്റർ ഏതാണ്? യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. എന്താണ്? യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അപ്പൊ 2 യൂണിറ്റ് ആയി. 2 യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സ് ആണ്. ഇനി അടുത്തത് മൂന്നാമത്തെ യൂണിറ്റിലും എത്ര ചാപ്റ്ററാ പഠിക്കാനുള്ളത് മക്കളെ? ഏക് ദോ. കണ്ടോ, 2 ചാപ്റ്ററാ പഠിക്കാനുള്ളത്. ആദ്യത്തെ ചാപ്റ്റർ ഏതാണ് നോക്കിയോളൂ. ബാരിഷ് കെ ബാദ്. എന്താ വായിക്കുന്നത്? ബാരിഷ് കെ ബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഹാനിയാണ്, ഒരു കഥയാണ് നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ളത്. റെഡി? അത് കഴിഞ്ഞിട്ടോ ബയാ ഹമാരി ചിടിയാ റാണി. എന്താണ്? ബയാ ഹമാരി ചിടിയാ റാണി ഒരു കവിതയാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? 4ാമത്തെ യൂണിറ്റ് ആണ്. ഓക്കെ, 4ാമത്തെ യൂണിറ്റിലും സെയിം എത്ര ചാപ്റ്റർ ഉണ്ട്? 2 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഏതാണ്? തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000. പേര് കേട്ട് ആരും പേടിക്കണ്ട, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഹാനിയാണ്, ഒരു കഥയാണ്. ഓക്കെ അല്ലേ? റെഡി? പിന്നെ ജന്നത്ത് കെ ബച്ചേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ലേഖനം, സിനിമാ ലേഖനവും പഠിക്കാനുണ്ട്. സിനിമാ ലേഖനം എന്താണ് എന്നൊക്കെ മിസ് എവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. മിസ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി മലയാളത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിൽ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് എജുപോർട്ടിന്റെ ആപ്പിൽ ഓക്കെ മിസ് മലയാളത്തിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിന്റെയും ക്ലാസ് പറഞ്ഞു തരുന്നുണ്ട്. റെഡി? ഇനി ലാസ്റ്റത്തെ യൂണിറ്റ് നിങ്ങൾ 7ാം ക്ലാസ്സിൽ അവസാനം പഠിക്കാൻ പോകുന്ന യൂണിറ്റ് ആണ്. നമ്മൾ ജാനുവരി ഒക്കെ ആവുന്ന സമയത്ത് പഠിക്കുന്ന ചാപ്റ്റർ ആണ് 5ാമത്തെ യൂണിറ്റ്. എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്? ദേ കഴിഞ്ഞതെല്ലാം പോലെ തന്നെ 2 ചാപ്റ്റേഴ്സ് ആണ് ഇവിടെയും നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തത് ഏതാ നോക്കിയോ? പ്രേം കെ സിവ ഓർ കുച്ച് നഹീം. എന്താണ്? പ്രേം കെ സിവ ഓർ കുച്ച് നഹീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറി ആണ്. ഓക്കെ, ഒരു ഡയറി ചാപ്റ്റർ ആണ്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ 7ാം ക്ലാസ്സിൽ, നിങ്ങളുടെ UP ക്ലാസ്സിൽ ഹൈസ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് ഹിന്ദിയിൽ പഠിക്കുന്ന ലാസ്റ്റ് ചാപ്റ്റർ
ഹാഥിയോം കി രഹ് ഗുസർ. എന്താണ്? ഹാഥിയോം കി രഹ് ഗുസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടനാവർണ്ണൻ. എന്താണ് ഘടനാവർണ്ണൻ എന്ന് പഠിക്കണ്ടേ? മിസ് നിങ്ങൾക്ക് വൃത്തിയാക്കിയിട്ട് അത് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിൽ പറഞ്ഞു തരുന്നുണ്ട് ഘടനാവർണ്ണൻ എന്താണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഈ വർഷത്തെ എത്ര യൂണിറ്റ് ഉണ്ട് ഹിന്ദിയില്? 5 യൂണിറ്റുകൾ ഉണ്ട്. 5 യൂണിറ്റിലും കൂടെ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് മക്കളെ? ആദ്യത്തെ യൂണിറ്റിൽ ഇതേ 2, പിന്നെ 4, 6, 8, 10 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഓക്കെ, ഓരോ യൂണിറ്റിലും 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം കുറച്ചധികം പഠിക്കാനുണ്ടായിരിക്കും. എന്ത് ചെയ്യാം? അടിപൊളിയാക്കി പഠിക്കാൻ റെഡി ആക്കി നിങ്ങളുടെ മൈൻഡൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, ഇനി ഓണം എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം മിസ്സേ? നോക്കിയോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഓണം എക്സാമിന് നമുക്കിതേ ഫസ്റ്റിലെ ഈ 1ാമത്തെയും 2ാമത്തെയും യൂണിറ്റ് മാത്രമാണ് ഓണം എക്സാമിന് ഉണ്ടായിരിക്കുക. അതായത് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ. ദേ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എത്ര ചാപ്റ്റേഴ്സ് ആണ്? 4 ചാപ്റ്റേഴ്സ് ആണ് ഓൺ എക്സാമിന് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 4 ചാപ്റ്ററും സൂപ്പർ ആക്കി പഠിക്കണം. കണ്ടോ, ലേഖനം എന്താണ് എന്നൊക്കെ മിസ് നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അടിപൊളിയാക്കി പഠിക്കാൻ റെഡി ആയിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ എജുപോർട്ടിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിലേക്ക് വരിക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? താഴെ കൂടെ ഒരു സ്ക്രോൾ പോകുന്നത് കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞുതരും എന്തൊക്കെയാണ്, എങ്ങനെയാണ് ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ അല്ലേ? മിസ് നിങ്ങൾക്ക് മലയാളം 2ഉം 3ഉം തവണയൊക്കെയാണ് ആപ്പിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഹിന്ദി മിസ് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? മനസ്സിലാവുന്ന രീതിയിൽ ആദ്യം മലയാളം മിസ് പറഞ്ഞു തന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഹിന്ദി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം അല്ലേ? കുറെ കുട്ടികൾക്ക് ഹിന്ദി ബുദ്ധിമുട്ടുണ്ട്, ഒക്കെ മിസ്സിന് അറിയാം. അപ്പൊ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ എവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബേസിക് ലെറ്റേഴ്സും കാ, കെ, കി ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്താണ്? ഹിന്ദിയിൽ എവിടെയാണ് ഈ കാ ഉപയോഗിക്കേണ്ടത്, കെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം മിസ് എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എല്ലാരും മടിച്ചിരിക്കണ്ട. ഓൺ എക്സാം ആവാനായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വരിക കേട്ടോ. മറക്കണ്ട, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സബ്ജക്ട്, ഫേവറേറ്റ് സബ്ജക്ട് ഏതാന്ന് കമന്റ് ചെയ്യാൻ മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് കമന്റ് ചെയ്യട്ടോ, എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വെച്ചിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അതേപോലത്തെ എല്ലാ സബ്ജക്റ്റിന്റെയും യൂസ്ഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ വീഡിയോയും ലൈവുകളും എല്ലാം എജുപോർട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാം അറിയണ്ടേ? അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തിട്ട് വെച്ചോട്ടോ, എന്നാലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഓക്കെ മക്കളെ, റെഡി ആണല്ലോ? സെറ്റ് അല്ലേ? യെസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, ഓരോ ചാപ്റ്ററിന്റെയും ലൈവും, ഓൺ എക്സാമിന് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. 4 ചാപ്റ്ററിന്റെ ലൈവ് മലയാളം എല്ലാം പറഞ്ഞു തന്നിട്ട് സ്വാതി മിസ് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഫേവറേറ്റ് സബ്ജക്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. റെഡി? താങ്ക് യു മക്കളെ.